ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അങ്ങനെ മമ്മൂക്കയുടെ കള്ളങ്കാവൽ അത് റിലീസായി. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു. കാരണം മമ്മൂക്കയുടെ മറ്റേ രോഗം ബാധിച്ചതിന് ശേഷം വിമുക്തനായി തിരിച്ചു വരുന്ന ഒരു സിനിമയ്ക്കൊക്കെ വേണ്ടി ഒരുപാട് പേര് നന്നായി വെയിറ്റ് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ റിലീസ് ഡേറ്റ് വെച്ച് അത് അവിടുന്ന് ഒരു പോസ്റ്റ് ഡേറ്റ് വെച്ച് അങ്ങനെയൊക്കെ വന്നൊരു സിനിമ. അപ്പോൾ ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമ. പിന്നെ അതിനകത്ത് നമുക്കറിയാം, നമ്മൾ ഭയങ്കര ഒരു മാസ് പടത്തിനേക്കാളും ഉപരി മമ്മൂക്കയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് പ്രതീക്ഷിച്ച ഒരു പടമായിരുന്നു. അത് അതുപോലെ തന്നെ കിട്ടി എന്നുള്ളതാണ്. അതാണ് ഈ പടത്തിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് മമ്മൂക്ക വിത്ത് വിനായകൻ, അവർ രണ്ടാളും ചെയ്തു വെച്ചേക്കണ കഥാപാത്രം, അത് അതിഗംഭീരമായിട്ട് രണ്ടാളും പെർഫോമൻസ് അത് നന്നായി പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ ഇതുപോലത്തെ ഈ രണ്ട് കഥാപാത്രങ്ങൾ വന്നപ്പോൾ അതിൽ മമ്മൂക്ക ചൂസ് ചെയ്ത കഥാപാത്രം ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള ആ കഥാപാത്രം. അതായത് നെഗറ്റീവ് ഷെയ്ഡല്ല, ഇതൊരു നെഗറ്റീവ് റോൾ തന്നെയാണ്. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. അതായത് മമ്മൂക്കയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ആളിലുള്ളൊരു വിശ്വാസം, അതാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആളുടെ ഓഡിയൻസ് ആളുടെ അഭിനയം ഇഷ്ടപ്പെടുന്നവർ, അതായത് മാസിനേക്കാളപ്പുറം ആളുടെ അഭിനയം, ആൾക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് ആളുടെ പ്രേക്ഷകർ ഏറ്റെടുക്കും. അത് കാണാൻ ആളുടെ പ്രേക്ഷകരുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ധൈര്യമായിട്ട് ആള് ഇങ്ങനത്തെ ഒരു ഭയങ്കര പക്ക നെഗറ്റീവ് ഒരു കഥാപാത്രം ആൾ ചെയ്ത് അത് അതിഗംഭീരമായിട്ട് ആൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആളുടെ സ്ലാങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആൾ കൊടുക്കുന്ന ഫേസിലൊക്കെ ഓരോ എക്സ്പ്രഷൻസ്. പിന്നെ നമ്മൾ ഈ ട്രെയിലറിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു സിഗരറ്റ് വലിക്കുന്നത്. അപ്പോഴും നമുക്കൊക്കെ തോന്നി ഇത് സിഗരറ്റ് വലിക്കുന്നത്, പക്ഷേ അതിന് ആ സിഗരറ്റും വെച്ചിട്ടാണ് ഇതിനകത്ത് ആളുടെ കൂടുതൽ എക്സ്പ്രഷൻസൊക്കെ. അത് അതായത് ഓരോ സീക്വൻസ് വരുമ്പോഴും അത് വേറെ രീതിയിൽ യൂസ് ചെയ്യുന്നതൊക്കെ അതൊക്കെ ഗംഭീരമായിട്ട് ആൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ മറ്റേ റോള്, ഇപ്പോൾ പോലീസുകാരൻ്റെ റോള് മമ്മൂട്ടി ചെയ്യുമായിരുന്നെങ്കിൽ ഇതൊരു വളരെ നോർമൽ സിനിമ ആയിട്ട് പോകുമായിരുന്നു. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഇപ്പോൾ ഈ സിനിമ കുറച്ചും കൂടി നമുക്ക് വാച്ചബിൾ, അതായത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയത് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്തു വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ വിനായകൻ നല്ല ഗംഭീര പെർഫോമൻസ്. ഒപ്പം ചെയ്തിട്ടുള്ള അദ്ദേഹം മറ്റേ ഡൈസറയിലൊക്കെ പ്രണവിൻ്റെ ഒപ്പമുള്ള ആളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ സ്ത്രീ കഥാപാത്രങ്ങൾ, അവർക്ക് പിന്നെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല പടത്തിൽ, അവർ വന്നു പോകുന്ന റോളുകൾ. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മൾ ഡയറക്ടർ നമുക്ക് അറിയാം, ജിബിൻ കെ ജോസ്. അതായത് നമുക്ക് കുറുപ്പിനകത്ത് നമ്മൾ കണ്ടതാണ്, ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ നമ്മുടെ മുന്നിലേക്ക് ഇട്ടിട്ട് ആളതിനൊരു ഹീറോ ആക്കിയ ഒരു മനുഷ്യൻ. പക്ഷേ ഈ പടത്തിൽ അത് അങ്ങനെയല്ല, നെഗറ്റീവ് ക്യാരക്ടർ നെഗറ്റീവ് തന്നെയാണ്. അത് അവസാനം നമുക്ക് ആ ക്ലൈമാക്സിൻ്റെ അകത്ത് കൂടുതലൊന്നും പറയുന്നില്ല, അത് സ്പോയിലറായി പോകും. അപ്പോൾ അതൊക്കെ നമുക്കതിൽ വിസിബിളാണ്. അപ്പോൾ എന്തായാലും ഈ പടം ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അഭിനയം ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റോ, ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറോ അതൊന്നുമല്ല, നോർമൽ രീതിക്ക് ഒരു പോകുന്ന ഒരു ത്രില്ലർ, ഒരു മോഡ് ഒരു പടം, അതിനേക്കാൾ അപ്പുറമൊന്നുമല്ല. അതിനകത്ത് ഇവർ രണ്ടാളും അഭിനയിച്ച് വെച്ചേക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ രണ്ടാളുടെയും പെർഫോമൻസ്, അതാണ് ഈ പടം എന്ന് പറഞ്ഞാൽ കളങ്കാവൽ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമല്ല. പിന്നെ മമ്മൂട്ടിക്ക് നമുക്കറിയാം, ആള് തെളിയിച്ച പോലെ മലയാള സിനിമയിൽ വേറെ ആരും തെളിയിച്ചിട്ടുണ്ടാവില്ല ഡയലക്റ്റ്. അതായത് ഓരോ സംസാര രീതിയും അത് ഇതിൽ കിട്ടുമായിട്ട് അതും ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ അപ്പിയറൻസ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തൊരു പടം. അപ്പോൾ എന്താ പറയുക, പിന്നെ ഇതിനകത്ത് നമ്മൾ ഭയങ്കരമായിട്ടുള്ള സീനറീസോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നമ്മൾ എന്താ പറയുക, ഭയങ്കര മ്യൂസിക്കോ അതൊന്നുമല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അതൊക്കെ നോർമൽ രീതിക്ക് തന്നെ ആ പടത്തിനോട് യോജിച്ച് നമുക്ക് ഒരു എന്താ പറയുക, ഒരു ആ ഒരു വേവ് ലെങ്ത്തിൽ ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു നല്ലൊരു സിനിമ. അത് എല്ലാവർക്കും ഒരു കാണാൻ പറ്റിയ ഒരു നല്ല രീതിക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു സിനിമ. അതായത് ഒരു നെഗറ്റീവ് കഥാപാത്രത്തിനെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതിന് ഹാറ്റ്സ് ഓഫ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ടെന്ന് പറഞ്ഞാൽ പെർഫോമൻസ് സൂപ്പർ.